ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിലെ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് സെയിൽ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽ ആൻഡ് പ്ലാന്റ് റിട്ടേണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സെയിൽ ഓഫ് മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, when material issued to contract are found to be unsuitable, they will be sold out. എന്താണ്, നമ്മൾ കോൺട്രാക്റ്റിലേക്ക് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ എന്തെങ്കിലും അൺസ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിന് വിൽക്കും. they will be sold out. If material are sold at a profit, the sale proceeds are credited in the contract account. എന്താണ് പറയുന്നത്, നമ്മൾ അൺസ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെല് ചെയ്യും. അതിൽ ഇനിയിപ്പോൾ നമ്മൾ സെല് ചെയ്യുന്നത് മെറ്റീരിയൽ നമ്മൾ സെല് ചെയ്യുന്നത് പ്രോഫിറ്റിലാണെങ്കിൽ സോൾഡ് അറ്റ് പ്രോഫിറ്റ്, ദ സെയിൽ പ്രൊസീഡ്സ് ആർ ക്രെഡിറ്റഡ് ഇൻ കോൺട്രാക്റ്റ് അക്കൗണ്ട്. എന്ത് ചെയ്യണം, സെയിൽ പ്രൊസീഡ്സിന് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് ദ പ്രോഫിറ്റ് ഈസ് ഡെബിറ്റഡ് ടു കോൺട്രാക്റ്റ്. അതിൽ പ്രോഫിറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പറഞ്ഞു അല്ലേ, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ സെല് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റിൽ കാണിക്കണം. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ ഇഫ് മെറ്റീരിയൽ ആർ സോൾഡ് അറ്റ് ലോസ്, ഇനി മെറ്റീരിയൽ നമ്മൾ സെല് ചെയ്യുന്നത് ലോസിലാണെന്നുണ്ടെങ്കിൽ, ലോസ് വരികയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ സെയിൽ വാല്യൂ, ഇഫ് ദ മെറ്റീരിയൽ ആർ സോൾഡ് അറ്റ് ലോസ്, ദ സെയിൽ വാല്യൂ ആസ് വെൽ ആസ് ലോസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ട്. എന്ത് ചെയ്യണം, നമ്മളതിനെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റിലാണ് നമ്മളത് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ സെയിൽ പ്രൊസീഡ്സ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അതിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ഡെബിറ്റ് സൈഡ് കാണിക്കണം. ഇനി മെറ്റീരിയൽ ലോസിലാണ് നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് അതിൽ കാണിക്കണം. ഓക്കെ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് സെയിൽ ഓഫ് മെറ്റീരിയലിൽ കാണിക്കേണ്ടത്. ഇനി അത് വേറൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ, എ ബിൽഡിംഗ് കോൺട്രാക്ടർ commenced work on a particular contract on 1st April 2020. Expenses incurred up to 31st December 2020 were as follows. അവിടെ വരുന്ന എക്സ്പെൻസസ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ്, മെറ്റീരിയൽ ഇഷ്യൂഡ് 3,50,000, then wages 3,20,000, administrative expenses 79,350, plant purchased 40,000. ഓക്കെ, ഇതാണ് എക്സ്പെൻസസ്. ഇനി താഴെ പറയുന്നത്, എ സൂപ്പർവൈസർ വിത്ത് എ മന്ത്ലി സാലറി ഓഫ് ₹1,200 ഹാസ് സ്പെൻഡ് ഔട്ട് ഹാഫ് ഓഫ് ഹിസ് ടൈം ഓൺ ഹിസ് കോൺട്രാക്ട്. Then plant which cost ₹5,000 was lost in an accident on 31st December. Then plant which cost ₹10,000 was returned to the stores. Then അവിടെ മന്ത്ലി സാലറി, ഒരു സൂപ്പർവൈസറുടെ മന്ത്ലി സാലറി വന്നിട്ട് 1,200 തന്നിട്ടുണ്ട്. അതിൽ ഹാഫ് ഓഫ് ഹിസ് ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. Then plant which cost ₹5,000 was lost in an accident on 31st December 2020. അവിടെ പ്ലാന്റ് ലോസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ, 5,000 rupeesൻ്റെ പ്ലാന്റ് നമുക്ക് ഒരു ആക്സിഡൻറ്റിൽ ലോസ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ പ്ലാന്റ് വിച്ച് കോസ്റ്റ് ₹10,000 വാസ് റിട്ടേൺ ടു ദി സ്റ്റോർ. പ്ലാന്റ്, അതായത് 10,000 rupeesൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോഴ്സിലേക്ക് തന്നെ റിട്ടേൺ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത്, certain material costing ₹5,000 which were found unsuited for the contract were sold for ₹6,000. Then the cost of work done but certified was ₹24,000. Material costing ₹31,000 were in hand on site. The contract price was ₹15 lakh. Cash received on account up to 31st December amount to ₹8 lakh, being 80% of work certified. Charge depreciation at 20% per annum on plant. Prepare contract account. എന്താ പറഞ്ഞത്, അവിടെ certain material costing ₹5,000 which were found unsuitable for the contract were sold. അതായത് 5,000 rupeesനുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് അൺസ്യൂട്ടബിൾ ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെല് ചെയ്തു. എത്രയ്ക്കാണ് സെല് ചെയ്തത്, ₹6,000 സെല് ചെയ്തു. 5,000 മെറ്റീരിയലായിരുന്നു, നമുക്കത് അൺസ്യൂട്ടബിൾ ആയപ്പോൾ, നമുക്ക് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് 6,000 rupeesന് സെല് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്, 1,000 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സെയിൽ ഓഫ് മെറ്റീരിയൽ എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് സർട്ടിഫൈഡ് വാസ് ₹24,000. അവിടെ കോസ്റ്റ് ഓഫ് വർക്ക് നമുക്ക് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് 24,000 ആണ് സർട്ടിഫൈഡ് കാണിക്കുന്നത്. ദെൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് ₹31,000 ഓൺ വെർ ഇൻ ഹാൻഡ് ഓൺ സൈഡ്. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് 31,000 ആണ്. ദ കോൺട്രാക്ട് പ്രൈസ് വാസ്
15 lakh. കോൺട്രാക്ട് പ്രൈസ് 15 lakh ആണ്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് അപ് ടു 31st December എമൗണ്ട് rupees 8 lakh. അതായത് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് 8 lakh ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫിക്കറ്റ്. അപ്പോൾ വർക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 80% ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 24,000 പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് ആണ് കേട്ടോ. അത് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടില്ലാത്ത എമൗണ്ടാണ് 24,000. വർക്ക് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളത് 80% ആണ്. ഓക്കെ, ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് at 20% പെർ ആനം ഓൺ പ്ലാൻ. പിന്നെ പ്ലാന്റിന് 20% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് 20% പെർ ആനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാണ് സൊല്യൂഷൻ നോക്കാം. ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുക, ഫോർമാറ്റ് വരയ്ക്കുക. അതിൽ ഹെഡിങ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2020 ഹെഡിങ് കൊടുത്തു. നമ്മളെന്ത് ചെയ്യണം? എക്സ്പെൻസസ് ഒക്കെ ആദ്യം എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഏതൊക്കെയാണ് വരുന്നത്? മെറ്റീരിയൽ ഇഷ്യൂഡ് വേണ്ട ഒരു 3,50,000 ഉണ്ട്, അത് കാണിച്ചു. ദെൻ വേജസ് 3,20,000 അത് കാണിച്ചു. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 79,350. ദെൻ പ്ലാന്റ് പർച്ചേസിന് വേണ്ട ഒരു 40,000 ഉണ്ട്, അത് കാണിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂപ്പർവൈസർ സാലറി പറഞ്ഞിട്ടുണ്ട് അല്ലേ. മന്ത്ലി സാലറി എന്ന് പറഞ്ഞിട്ടൊരു 1,200 പറയുന്നുണ്ട്. അതെന്താണ്? അതിൽ വാസ് സ്പെൻഡ് ഔട്ട് ഹാഫ് ഓഫ് ഹിസ് ടൈമാണ്. അത് പകുതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ 1,200 ഇൻറ്റു 1/2, അതിൽ ഹാഫ് ഇൻറ്റു അതെന്താണ്? അവിടെ എത്ര മാസമേ വർക്കായിട്ടുള്ളൂ? 9 monthsേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് April 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ 9 മാസമാണ് വരുന്നത്. സോ 1,200 ഇൻറ്റു 1/2 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സൂപ്പർവൈസർ സാലറി 5,400 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കേണ്ടത്? വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കണം അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് പറയുമ്പോൾ അതിൽ വർക്ക് സർട്ടിഫൈഡും കാണിക്കണം, അതുപോലെ വർക്ക് അൺസർട്ടിഫൈഡും കാണിക്കണം. സോ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അവിടെ 80% ആണ് വർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് 8 lakh ആണ്. സോ 8 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് 10 lakh കിട്ടി. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് വർക്ക് അൺസർട്ടിഫൈഡ് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 24,000 ആണ് അല്ലേ. അപ്പോൾ വർക്ക് അൺസർട്ടിഫൈഡ് 24,000 കാണിച്ചു. ഇനി അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,24,000 നമുക്ക് എന്ത് കിട്ടി? അവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് കിട്ടി. ഇനി അടുത്തായിട്ട് പറയുന്നത് നമുക്കതിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കണം അല്ലേ. അതായത് പ്ലാൻ ലോസ് ആയിട്ടെന്ന് നമുക്ക് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. പ്ലാൻ ലോസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിവിടെ കാണിക്കേണ്ടത്. സോ പ്ലാൻ ലോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു 5,000 കാണിക്കുക. ഇതവിടെ പ്ലാൻ കോസ്റ്റ് റുപ്പീസ് 5,000 വാസ് ലോസ്റ്റ് ആൻഡ് ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്, അതെന്ത് ചെയ്തു? കാണിച്ചു. ഇനി അടുത്തെന്താണ്? പ്ലാൻ റിട്ടേൺ ആയിട്ടുണ്ട് അല്ലേ. അതായത് 10,000 റുപ്പീസിൻ്റെ ഒരു പ്ലാൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോഴ്സിലേക്ക് ഇതിന് റിട്ടേൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ എന്ത് ചെയ്യണം? പ്ലാൻ റിട്ടേൺ എന്ന് പറഞ്ഞ് 10,000 കാണിക്കണം. അതിലെന്ത് ചെയ്യണം? പ്ലാൻ ആണ് നമുക്ക് റിട്ടേൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലാൻ റിട്ടേൺ 10,000 ലെസ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എത്രയാണ്? 20% പെർ ആനുമാണ് അല്ലേ. അപ്പോൾ 20% കാണുമ്പോൾ അതിൽ 1,500 ആണ് വരുന്നത് ഡിപ്രീസിയേഷൻ. ദെൻ പ്ലാൻ റിട്ടേണിന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ 8,500 നമുക്ക് എമൗണ്ട് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കാണിക്കേണ്ടത് പ്ലാന്റ് അറ്റ് സൈറ്റ് ആണ്. സൈറ്റിലുള്ള പ്ലാന്റ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? അവിടെ പ്ലാന്റ് ഇഷ്യൂവിൽ നിന്ന് പ്ലാന്റ് കോസ്റ്റും അതുപോലെ പ്ലാന്റ് റിട്ടേണും മൈനസ് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്നത് 4,000 മൈനസ് 10,000 മൈനസ് 500 ചെയ്യുമ്പോൾ പ്ലാന്റ് അറ്റ് സൈറ്റിലെ എമൗണ്ട് 25,000 കിട്ടി. അതിൻ്റെ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അതിന് 25,000 ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ അതായത് ഡിപ്രീസിയേഷൻ വരുന്നത് 3,750 ആണ്. അപ്പോൾ 25,000 മൈനസ് 3,750 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 21,250 കിട്ടി.
ഓക്കെ. ഇനി മെറ്റീരിയൽ നമുക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് അൺസ്യൂട്ടബിൾ ആണെന്ന് തോന്നിയ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സെയിൽ ചെയ്യുന്നത്, 6000 റുപ്പീസിൻ്റെ മെറ്റീരിയലാണ് എന്ത് ചെയ്തത്, 6000 റുപ്പീസിനാണ് നമ്മൾ എന്ത് ചെയ്തത്, സെല്ല് ചെയ്തത്. 5000 മെറ്റീരിയൽ 6000 സെല്ല് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കുക, സെയിൽസ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യണം, അവിടെ ക്രെഡിറ്റ് സൈഡിൽ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മെറ്റീരിയൽ സെയിലിന് വേണ്ടി 6000 കാണിച്ചു. ഇനി നേരെ ഡെബിറ്റ് സൈഡിലേക്ക് വരിക. ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ വരുന്നത് പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതവിടെ നമ്മുടെ തിയറി പോർഷനിൽ നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡെബിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെറ്റീരിയൽ കാണിക്കുക. എത്രയാണ്, 1000 ആണ്. 5000 റുപ്പീസിൻ്റെ മെറ്റീരിയൽ നമ്മൾ 6000 സെല്ല് ചെയ്തത്. സോ 1000 റുപ്പീസ് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ 1000 കാണിച്ചു. ഓക്കെ. ഇനി നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്, 31,000 എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഇൻ ഹാൻഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ അത് കാണിച്ചു ക്രെഡിറ്റ് സൈഡ്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് തന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്തിട്ട് അതിൽ വരുന്ന ബാലൻസിങ് ഫിഗറാണ് എന്ത്, നോഷണൽ പ്രോഫിറ്റ് എത്ര കിട്ടിയത്, 3 lakh നോഷണൽ പ്രോഫിറ്റ് കിട്ടി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം, ഈ നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു 3 lakh കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ 3 lakhനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഏതാണോ ക്രൈറ്റീരിയ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ള കോൺട്രാക്ട് പ്രൈസ് എത്രയാണ് വന്നിട്ടുള്ളത്, ഇവിടെ ക്വസ്റ്റ്യനിൽ കോൺട്രാക്ട് പ്രൈസ് നോക്കുക. എത്രയാണ് കോൺട്രാക്ട് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കുക, എത്രയാണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് 15 lakh തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 15 lakhും നമ്മുടെ വർക്ക് സർട്ടിഫൈഡ് ഫണ്ട് എത്രയാണ് വന്നിട്ടുള്ളത്, 10 lakh ആണ് അല്ലേ. 15 lakhും 10 lakhും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ 15 lakhൻ്റെ 1/2 കൂടുതൽ വരുന്നുണ്ട്. 1/2 അല്ലെങ്കിൽ 1/2 കൂടുതൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2/3 എന്നുള്ള ഒരു ക്രൈറ്റീരിയ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2/3 എന്നുള്ള ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം അല്ലേ. 15,000ൻ്റെ 1/2 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2/3 എന്നുള്ള ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. സോ നമുക്കിവിടെ 2/3 എടുക്കാം. അപ്പോൾ 3 lakh ഇൻറ്റു, അതായത് നമുക്ക് വന്നിട്ടുള്ള നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു 80/100, അതായത് വർക്ക് സർട്ടിഫൈഡ് 80% 80/100. ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എടുക്കാം. ഓക്കെ. ഇവിടെ ക്യാഷ് റിസീവ്ഡ് എത്രയാണ്, 8 lakh ആണ്. 8 lakh ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് വേണ്ടുള്ളത് 10 lakh ആണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു എമൗണ്ട്, അതായത് 1,60,000 നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. ദെൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന ബാലൻസിങ് ഫിഗറാണ് എന്ത്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് റിസർവ് ആയിട്ട് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് വരുന്നത്. എത്രയാണ് വരുന്നത്, 1,40,000 ആണ് എന്ത് വന്നിട്ടുള്ളത്, വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റിസർവ് ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺട്രാക്ട് പ്രൈസിൽ കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ ഡിപ്രീസിയേഷൻ കാണുന്നത് 9 monthsലേക്കുള്ള ഡിപ്രീസിയേഷനാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടുന്നത്, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെയിൽ ഓഫ് മെറ്റീരിയലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു രീതിയിലാണ് കോൺട്രാക്ട് പ്രൈസിൽ ചെയ്യേണ്ടത്, കോൺട്രാക്ട് അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി പ്രോബ്ലം ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു.